ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആകുമോ, എന്താണ് അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരുമായിട്ടുള്ള റീകൺസിലിയേഷൻ ആണോ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു 3 പ്രാവശ്യം ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക, എന്നിട്ട് വീഡിയോ കാണാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ പോസിബിൾ ആവില്ല. നിങ്ങളുടെ എനർജിയുമായിട്ട് എപ്പോഴാണോ ഇത് മാച്ച് ആവുന്നത് അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് റീസണേറ്റ് ആകുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിലൂടെ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചുള്ള റീഡിങ്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റീസണേറ്റ് ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കംപ്ലീറ്റ് പെൻറ്റിക്കിൾസ് കാർഡാണ് കൈസ് വന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ കംപ്ലീറ്റ് പെൻറ്റിക്കിൾസ് ആണ്, കണ്ടില്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ബാലൻസ് ഇല്ലാതെ വന്നത് ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും 2 ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരാൾ അല്പം പൈസയൊക്കെ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ മറ്റേ ആൾ ചിലപ്പോൾ പൈസ കുറവായിട്ടുള്ള ആളായിരിക്കാം. അതല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടാകണം. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ കരിയറൊക്കെ വന്നത് ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് സിറ്റുവേഷനാണ്, പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനനുസരിച്ച് ആ വ്യക്തി നമ്മളിൽ നിന്നും അകന്നു പോകാനാണ് ചാൻസ്. നമ്മൾ ആരെയും ചേസ് ചെയ്യരുത്. ചേസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മളെ അടുത്ത് നിന്ന് അകന്നകന്നു പോകാനാണ് ചാൻസ്. പക്ഷേ നിങ്ങളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലൊരിത്. ചിലർക്കൊക്കെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, നോ കോൺടാക്റ്റ് സിറ്റുവേഷനിലൊക്കെയാണ് ഉള്ളതെങ്കിൽ ചിലരെ സംബന്ധിച്ചൊരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനിടയുണ്ട്. അത് വളരെ നിയർ ബൈ ആയിട്ടല്ല, നിങ്ങൾക്ക് ഒരു ക്ഷമയും അതുപോലെ തന്നെ ഒരു കാത്തിരിപ്പുമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ പോസിബിൾ ആകുള്ളൂ. ഒരു 2026, ചിലർക്ക് കുറച്ചും കൂടെ ലേറ്റ് ആവും, 2027 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ചിലർക്കൊക്കെ ഒരു റീകൺസിലേഷൻ പോസിബിളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ചിലരൊക്കെ ഭയങ്കരമായിട്ട് പ്രെയർ ചെയ്യുന്നു, ചിലർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, മറ്റ് ചിലർ ബെഗ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രെയറും മാനിഫെസ്റ്റേഷനും വളരെ നല്ലതാണ്, പക്ഷേ അതേസമയം നമ്മൾ ബെഗ് ചെയ്യാതിരിക്കുക. നമ്മുടെ വില അവിടെ പോകുകയാണ്. നമ്മുടെ വില പോകുന്നതിനനുസരിച്ച് ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പം ഒന്നിനു വേണ്ടിയും നമ്മൾ ആരുടെയും പുറകെ ചേസ് ചെയ്ത് പോകരുത്. ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും, പ്രത്യേകിച്ച് സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരിക്കലും ബെഗ് ചെയ്യരുത്. നമ്മൾ തന്നെ നമുക്കൊരു വാല്യൂ കാണണം, എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമുക്കൊരു വാല്യൂ തരുള്ളൂ. പക്ഷെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് ബെഗ് ചെയ്യാണ്. തിരിച്ചു വരൂ, ഒന്ന് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബെഗ് ചെയ്യുന്നൊരവസ്ഥ. അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അവിടെ നടക്കില്ല. മാനിഫെസ്റ്റേഷൻ എന്ന പോസിറ്റീവ് എനർജി അവിടെ നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റീകൺസിലേഷൻ ഒരു ലാഗ് കാണുന്നത്.
അതുപോലെ തന്നെ ചിലരൊക്കെ ഈ ഒരു സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ചിലരാവട്ടെ, ഐ എം വെരി സോറി, ചിലർക്കൊക്കെ റീകൺസിലേഷൻ നടക്കില്ല. ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് റീകൺസിലേഷൻ പോസിബിൾ ആണെങ്കിൽ മറ്റ് ചിലർക്ക് ഇവിടെ റീകൺസിലേഷൻ നടക്കില്ല. ഓൾമോസ്റ്റ് എൻഡായി ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഇത് ഇവിടെ എൻഡായിട്ട് കാണുന്നുണ്ട് ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല കേട്ടോ. ഒരു ഭയങ്കരമായിട്ടൊരു നഷ്ടം, ലോസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ നഷ്ടം വന്നു പോയത് നിങ്ങൾ ഓർക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, അവൻ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ അല്ലെങ്കിൽ അവൾ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണോ, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ റെയറാണ്. ഇപ്പം ഒരു 1,00,000 പേരെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൽ ജസ്റ്റ് ഒരു 50-100 പേരെ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി അധികവും എന്ന് വെച്ചാൽ സോൾമേറ്റ് ആയിരിക്കാം, കാർമിക് സിറ്റുവേഷൻസ് ആയിരിക്കാം. നമുക്ക് ഈ ട്വിൻ ഫ്ലെയിമായിട്ട് മാച്ചായിട്ട് തോന്നുന്നത്, ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് തോന്നുന്നത് അധികവും കാർമിക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ ഫീലിങ്സാണ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെൻ്റെ ട്വിൻ ഫ്ലെയിം ആണ്. ഒരിക്കലുമല്ല. ട്വിൻ ഫ്ലെയിം ആകാൻ വളരെ അത്രയും ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് വളരെയധികം പെയിൻ തരുന്ന ഒന്നാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഡിവൈൻ നമ്മുടെ മുമ്പിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡിവൈന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ഇപ്പം ഞാനിത് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എൻഡായ റിലേഷൻഷിപ്പ്, എൻഡായ റീകൺസിലേഷന് പോസിബിൾ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ ഫീലിംഗ്, ഇപ്പോഴത്തെ നിങ്ങളുടെ പെയിൻ, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഓർക്കുക, ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. നിങ്ങളെ സ്പിരിച്വലി അവേക്കനിങ് ചെയ്യുക, നിങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ച് തരിക, ചില ലെസൺസ്, ഈവൻ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ പഠിക്കാൻ പറ്റാതെ പോയ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർമിക് റിലേഷൻഷിപ്പിനെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുക. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വരുള്ളൂ, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ശരിയായ സോൾമേറ്റ് കടന്നു വരുള്ളൂ. അപ്പോൾ ഡിയേഴ്സ്, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചിലർക്കൊക്കെ ഇവിടെ റീകൺസിലേഷൻ പോസിബിളാണ്. പക്ഷേ അത് ഉടനെ ഉണ്ടാവില്ല. ഒരു 2026, 27 ടൈമൊക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് ഒരു റീകൺസിലേഷൻ നടക്കാൻ ചാൻസ് ഉള്ളൂ. വളരെ നിയർ ബൈ ആയിട്ട് അത് കാണുന്നില്ല. അതുപോലെ ചിലർക്കൊക്കെ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് എൻഡായി. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശരിയായ സ്നേഹം എന്താണെന്ന് കാണിക്കുന്നത്. പുതിയൊരു ബാലൻസിങ്, സ്റ്റെബിലിറ്റിയൊക്കെ തരുന്ന ഒരു മാരേജിലേക്കൊക്കെ എത്താൻ ചാൻസുള്ള ശരിയായ സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ദയവേത് ആരും വിളിക്കരുത്, വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു.